വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് നാടൻ റൂട്ട്സ് USA. നമ്മൾ പുറത്തിറങ്ങി വന്നപ്പോൾ ആദ്യം തന്നെ കണ്ടത് നമ്മുടെ ഒരു മുരിങ്ങ നിലത്ത് വീണ് കിടക്കുന്നതാണ്. കാറ്റടിച്ചിട്ടാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് നമ്മളത് സ്ട്രെയിറ്റൻ അപ്പ് ആക്കി അതിനുശേഷം ആദ്യം നമ്മൾ ചിങ്ങയുടെ അടുത്തേക്ക് പോവുകയാണ് കുറച്ച് വിളവെടുപ്പ് എടുക്കാനായിട്ട്. പർപ്പിൾ അച്ചിങ്ങയിൽ അത്രയ്ക്ക് അങ്ങ് പയറുണ്ടാവുന്നില്ല, പക്ഷേ ഗ്രീൻ അച്ചിങ്ങയിൽ അതിനനുസരിച്ച് ഉണ്ടാവുന്നുണ്ട്. പയർ വരയ്ക്കാൻ വന്നപ്പോഴാണ് നമ്മൾ നെയ്ബറിൻ്റെ പിള്ളേർ ബോൾ കളിച്ച ബോൾ ഇവിടെ ഇട്ടേക്കുന്നത് കാണുന്നത്. അത് ഫെൻസിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ജോലി റെസ്യൂം ചെയ്തു. നമുക്കൊരു 2 വെണ്ടയ്ക്കയുടെ ചെടിയുണ്ട്. അതിൽ അത്യാവശ്യം വെണ്ടയ്ക്ക ഉണ്ടാവും. ഇവിടുത്തെ ചൂടിൻ്റെ ആണോ സൺലൈറ്റിൻ്റെ ആണോ എന്നറിയില്ല. നല്ലതായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താൽ വെണ്ടയ്ക്ക ഇഷ്ടം മാതിരി ഉണ്ടാവുന്ന ഒരു സിനാരിയോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അധികം ചെടികളൊന്നും നടാഞ്ഞത്. കാരണം നമ്മൾ നല്ലതായിട്ട് നനച്ചു കൊടുത്താൽ എങ്ങനെയായാലും ഒരാഴ്ച കൊണ്ട് ഒരു കറിക്കുള്ള വെണ്ടയ്ക്ക സുഖമായിട്ട് കിട്ടും. മൂത്തുവാതെ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അതിന് മുന്നേ പറിച്ചെടുക്കണം. ഇത് നമ്മൾ വാൾമാർട്ടിൽ നിന്ന് മേടിച്ച വിത്താണ് നമ്മൾ ഇട്ടത്. കൂടുതലൊന്നും നട്ടില്ലായിരുന്നു. അന്ന് നമ്മൾ 3-4 എണ്ണമാണ് നട്ടുള്ളൂ. അതിൽ 2 എണ്ണം വളർന്നു വന്നു. നമ്മൾ അതുപോലെ തന്നെ അത് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ പ്രാവശ്യം 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിളവെടുപ്പ് എടുത്തത്. അതുകൊണ്ട് 1-2 എണ്ണം ഇച്ചിരി മൂത്ത് പോയിട്ടുണ്ട്. എല്ലാ 2-3 ദിവസം കൂടുമ്പോൾ ഒരു 8-10 വെണ്ടയ്ക്ക വീതം നമുക്ക് കിട്ടുക 2 ഇതിൽ നിന്ന് തന്നെയായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഫെൻസിൻ്റെ അടുത്തൊരു വെള്ളരിക്ക നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ വെള്ളരിക്ക ഉണ്ടാവാറുണ്ട്. നമ്മളിങ്ങനെ തപ്പി നോക്കണം, എന്നാലാണ് കാണുള്ളൂ എവിടെയാണ് ഉണ്ടായി കിടക്കുന്നതെന്ന്. നേരത്തെ ഒരു ചെറിയൊരു വെള്ളരിക്ക നേരത്തെ കണ്ടായിരുന്നു, അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ നന്നായിട്ട് വലുതായി മൂത്ത് വന്നതുകൊണ്ട് നമ്മളത് പറിച്ചെടുത്തു. ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആക്സിഡൻ്റൽ പയറാണ്. അതിൽ കുറച്ച് പയർ ഉണ്ടായിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ മൂത്ത പയറെല്ലാം മെയിൻ റേസ്ഡ് ബെഡിൽ നിന്ന് പറിക്കുകയാണ്. ഹാർവസ്റ്റ് എടുക്കുന്നതിന് ഇടയ്ക്ക് നമ്മൾ അച്ചിങ്ങയിൽ ഈ പ്രാണികളെ കണ്ടു. ഇതിനെ അഫിഡ്സ് എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ചെടി ഡാമേജ്ഡായി പോവും. ഏറ്റവും എളുപ്പത്തിൽ ഇത് കളയാവുന്നത് ചുമ്മാ വെള്ളം ചീറ്റിച്ച് കഴിഞ്ഞാൽ ഇത് പൊക്കോളും. അങ്ങനെ കുറച്ച് സ്പ്രെഡായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് വെള്ളവും അടിക്കാം, അത് ചത്തു പൊക്കോളും. അതിൻ്റെ അകത്ത് ഇപ്പം അങ്ങ് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. ആ ചെറിയൊരു ബ്രാഞ്ച്, ആ ഫീഡ് ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇട്ടു. എന്നിട്ട് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചത് കളഞ്ഞു. ഇനി നമ്മൾ ഹാർവസ്റ്റ് റെസ്യൂം ചെയ്യുകയാണ്. കുറേ പച്ച അച്ചിങ്ങകൾ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പറിച്ചെടുക്കുകയാണ്. തപ്പ് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൈൻ ആവണം. അധികം പൂക്കളൊന്നും ഇപ്പോൾ കാണുന്നില്ല. സാധാരണ നമ്മൾ മൂത്ത് കഴിഞ്ഞ് അച്ചിങ്ങ പറിക്കാറാകുമ്പോൾ അടുത്ത പൂക്കൾ കാണേണ്ടതാണ്. ഇപ്പോൾ രാവിലെകളിൽ ഏകദേശം 80 to 90 ഡിഗ്രി ഫാരൻഹീറ്റും രാത്രികളിൽ ഏകദേശം 45 to 50 to 60 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ടെമ്പറേച്ചർ താഴും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായ വ്യത്യാസം ചെടിയിലും വരും. കുറേയൊക്കെ ചെടികളിൽ ഇലകളെല്ലാം മഞ്ഞച്ച് തുടങ്ങി. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ മുരിങ്ങ കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ എത്ര നാൾ നിൽക്കുമെന്ന് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ പ്രാവശ്യം പർപ്പിൾ അച്ചിങ്ങയിൽ ഫംഗസ് വന്നെന്ന് പറഞ്ഞല്ലോ. ആ ഫംഗസ് നമ്മൾ ഇലകളിൽ കാണുന്നുണ്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങ് സ്പ്രെഡായിട്ടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതിൻ്റെ ഒരു ഇതായതുകൊണ്ടായിരിക്കും അങ്ങനെ അത്ര സ്പ്രെഡ് ആവാത്തത്. പക്ഷേ നമ്മൾ അച്ചിങ്ങയിൽ അത് കാണാനുണ്ട്. ചില പർപ്പിൾ അച്ചിങ്ങയെല്ലാം ചെറുതായിട്ട് ക്ഷീണിച്ചാണ് ഇരിക്കുന്നത് ആസ് കമ്പയർഡ് ടു ഈ ഗ്രീൻ അച്ചിങ്ങ. നമ്മൾ അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തപ്പോൾ നല്ല എക്സ്റ്റെൻസീവായിട്ടുണ്ടായത് പർപ്പിൾ അച്ചിങ്ങയാണ്. ഗ്രീൻ അച്ചിങ്ങ അത്രയ്ക്ക് അങ്ങ് വളർന്നിട്ടില്ല. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഈ പ്രാവശ്യം പർപ്പിൾ താഴെ പോയപ്പോൾ ഗ്രീൻ അച്ചിങ്ങ നന്നായിട്ട് വളർന്നു വന്നു. ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അത് ഹോപ്പ്ഫുള്ളി നമുക്ക് ഇവൻച്വലി അത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് സീസണിലും. ഗ്രീൻ അച്ചിങ്ങയ്ക്ക് ആ ഫംഗസ് വരാതിരിക്കാനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് ഹോപ്പ് ചെയ്യുന്നത്. പക്ഷേ ഒത്തിരി വേരിയബിൾസ് ഉണ്ട്, അറിയില്ല.
ചിലപ്പോൾ ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം ഇതിലിട്ട് പർപ്പിൾ അച്ചിങ്ങയിൽ നിന്ന് പടരാഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അടുത്ത സീസണിൽ അത് നമ്മളത് ട്രയൽ ചെയ്ത് നോക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാമല്ലോ അതിന് ഇമ്മ്യൂണിറ്റി കൂടുതലുണ്ടോ അതോ ഇതുപോലെ തന്നെ പർപ്പിൾ അച്ചിങ്ങ പോലെ തന്നെയാണോ എന്ന്. ഇമ്മ്യൂണിറ്റി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൂടുതലായിട്ടും ഗ്രീൻ അച്ചിങ്ങ നടാനാണ് വിചാരിച്ചിരിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചാക്കുനൂലാണ് ഉപയോഗിച്ചത് ഈ അച്ചിങ്ങേനെ പടർത്തി വിടാനായിട്ട്. പക്ഷേ അത് മഴയൊക്കെ കൊള്ളുമ്പോൾ പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് ഈ പ്രാവശ്യം പ്ലാസ്റ്റിക്കിൻ്റെ നൂല് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവന്തോ അത് തിന്നാണെങ്കിലും അത് ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അത് ഗുണകരമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. സ്പ്രെഡ് ചെയ്യാനും വലിയ പാടില്ല അച്ചിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ നൂലിൽ കൂടെ. അതുപോലെ തന്നെ നല്ലതായിട്ട് ടൈറ്റനാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും, ലൂസായി പോവില്ല. ചാക്കുനൂലാണെങ്കിൽ നമ്മൾ ടൈറ്റാക്കി വെച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് ലൂസനായി പോവും, അത് തിന്നുമായി പോവും, അതിങ്ങനെ പൊട്ടിപ്പോണ രീതിയിലും ആയിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ നൂല് നമ്മൾ ഉപയോഗിക്കുന്നത്. അച്ചിങ്ങയിലെ വിളവെടുപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മളിപ്പോൾ കാണുന്നത് ഗ്രീൻ അച്ചിങ്ങയാണ്. കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ലീവ്സ് എല്ലാം. ഇനി നമുക്ക് അടുത്ത പ്ലാന്റിട്ട് പോവാം. നമ്മൾ മുരിങ്ങയിലെ കുറച്ച് മുരിങ്ങ പറിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലൈമറ്റിൻ്റെ ആണ്, ഇലയെല്ലാം മഞ്ഞിച്ച് തുടങ്ങി. അപ്പോൾ അധികം താമസിയാതെ തന്നെ പ്രൂൺ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ തൽക്കാലം മൂത്ത കുറച്ച് മുരിങ്ങ മാത്രമാണ് പറിക്കുന്നത്, എല്ലാം പറിക്കുന്നില്ല. നമ്മൾ അത് എത്ര നാളത്തേക്ക് അത് നിൽക്കുമെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ മുരിങ്ങയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിലും കുറച്ച് ഇലകളെല്ലാം മഞ്ഞിച്ച് തുടങ്ങി. നമ്മളും അതിലെ ചില മൂത്ത മുരിങ്ങ മാത്രമാണ് പറിക്കുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ വർഷം അത്രയ്ക്ക് അങ്ങോട്ട് മുരിങ്ങ ഉണ്ടായില്ല. പക്ഷെ നമ്മൾ മുരിങ്ങ പ്രൂൺ ചെയ്ത് തണുപ്പിന് ശേഷം വലിയൊരു ചട്ടിയിട്ട് മാറ്റി നട്ടപ്പോൾ നല്ലതായിട്ട് വളർന്നു വന്നു. അതിനുശേഷം ഈ പ്രാവശ്യം നല്ലതായിട്ട് മുരിങ്ങ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം നട്ടതിൽ ആധികാരികമായിട്ട് ഉണ്ടാവാതിരുന്നത് പാവയ്ക്കയുണ്ട്. നല്ലതായിട്ട് പടർന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു 5-6 എണ്ണമാണ് മാക്സിമം ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പാവയ്ക്ക പടവലങ്ങയുടെ ഗ്രീൻ ഹൗസ് സ്ട്രക്ചർ ഇട്ട് പടർത്തി വിട്ടിട്ടുണ്ട് കുറച്ച്. അതിൽ കുറച്ച് പാവയ്ക്ക ഉണ്ടാവുന്നുണ്ട്. സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിട്ട് പോകുന്നതുകൊണ്ട് പടവലങ്ങയ്ക്കും പാവയ്ക്കും ഒരുമിച്ച് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾക്ക് അത്ര ടൈമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പാവയ്ക്ക എന്തോരം വളരുന്നു അത്ര വളരട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് പാവയ്ക്കയുടെ ഇടയ്ക്ക് പടവലങ്ങ കാണുന്നത്. പടവലങ്ങ നമുക്ക് അത്യാവശ്യം ഹാർവസ്റ്റ് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി പടവലങ്ങ കിട്ടിയായിരുന്നു. പടവലങ്ങ നമ്മൾ ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. പാവയ്ക്ക നമ്മൾ റേസ്ഡ് ബെഡിലുമാണ് നട്ടിരിക്കുന്നത്. വലിയൊരു ഡാമേജിങ് ഫാക്ടർ നമ്മൾ കണ്ടിരിക്കുന്നത് ഉറുമ്പാണ്. കുറേ മോയ്സ്ചർ ഈ മണ്ണിലുണ്ടാകുമ്പോൾ ഉറുമ്പ് വന്ന് കൂടുണ്ടാക്കും. അങ്ങനെ ഈ ചെടികൾ നശിച്ചു പോകാറുണ്ട്. ഈ പ്രാവശ്യം അതുപോലെ തന്നെ ഒത്തിരി ഉറുമ്പ് വന്ന് കൂടുണ്ടാക്കി. പക്ഷെ നമ്മൾ നല്ലതായിട്ട് വാട്ടർ ഫോഴ്സിൽ അടിച്ചു കഴിയുമ്പോഴേക്കും അതിൻ്റെ കൂടൊക്കെ നശിച്ചു പോയി പിന്നെ വരാത്തതാണ് കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വിപരീതമായിട്ട് ചെടികൾ ഒത്തിരി ഉണങ്ങിപ്പോയായിരുന്നു. നമ്മൾ നേരത്തെ ഈ മുളകിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. നമ്മൾ ഗ്രീൻ ഹൗസ് വെച്ചിട്ട് ട്രയൽ നോക്കിയ മുളകാണിത്. പക്ഷേ ഗ്രീൻ ഹൗസ് സക്സസ്ഫുൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഉണങ്ങിപ്പോയി. പക്ഷേ അതിനുശേഷം നല്ലതായിട്ട് പിടിച്ചു വന്നതാണ്. ഈ കറിവേപ്പിലയൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നു. ഇതുകൂടാണ്ട് നമ്മൾ കുറച്ച് കുക്കുംബറും ഒക്കെ നടാൻ ട്രൈ ചെയ്തു. പക്ഷേ അതൊന്നും നല്ലതായിട്ട് വളർന്നു വന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റോസിൻ്റെ താഴത്തും ഒരു ഉറുമ്പിൻ കൂടുണ്ട്. അത് നമ്മൾ വെള്ളം നല്ല ഫോഴ്സിലടിച്ച് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അതിനി അവിടെ ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. കഴിഞ്ഞ ദിവസം പ്രൂൺ ചെയ്ത കറിവേപ്പിലയാണിത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹാർവസ്റ്റ്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഫ് യു ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ബൈസ്.